മുട്ടയും ബ്രെഡും വീട്ടിലുണ്ടെങ്കിലേ മനസ്സിൽ ആദ്യം തന്നെ ഓടിയെത്തുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്, കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പകുതി സവാള, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിന് പകരമായിട്ട് മുട്ടയുടെ അളവ് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഓരോ ബ്രെഡ് പീസും നമ്മുടെ ഈ ഒരു മുട്ട മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ചായ തിളയ്ക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങളിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്.